ഹായ്. ഇത് രാവിലെയൊന്നും അല്ല കേട്ടോ, ഏകദേശം ഒരു 10-12 മണിയായി. യാസീന് രാവിലെ ട്യൂഷന് പോയിട്ട് വന്നിട്ടാണ് വേവിക്കുന്നത്. കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. യാസീനെ ട്യൂഷന് പോയിട്ട് വന്ന് അവന് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് 2-3 ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും. എൻ്റെ ചിക്കൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ പൂച്ച വന്നു. എൻ്റെ തത്തേനെ പിടിക്കാനുള്ള നോട്ടമാണ് അതിൻ്റേത്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചായിരുന്നു. നമ്മളിതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അതിൻ്റെ ടേസ്റ്റ് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ 2 മേടിച്ചു. അങ്ങനെ ഞാൻ 1 കഴിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഒരു കഷ്ണം യാസിക്ക് എടുത്തു. യാസി കഴിച്ചിട്ട് പപ്പയ്ക്ക് കഴിക്കണ പോലെ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ അവനും ഇഷ്ടപ്പെട്ടില്ല, അവൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഒരു പീസ് നമ്മൾ തത്തയ്ക്ക് എടുത്തു. അപ്പോഴത്തേക്കും നാണ്ട് അരിയുടെ വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ അരി കഴുകി അടുപ്പത്തിട്ടു. ഇനി ചിക്കൻ കറി വെക്കണം. ഞാൻ കറിയും വെക്കുന്നു, കുറച്ച് വറുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ കറികളൊന്നും വെക്കുന്നില്ല. എനിക്ക് വയ്യ, ഇപ്പം തന്നെ എനിക്ക് വയ്യാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. കാലും കൈയൊക്കെ ഭയങ്കര കഴപ്പും വേദനയും ഒക്കെയാണ്. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല. ഞാനങ്ങനെ വലിയ പാചകക്കാരിയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം കുക്ക് ചെയ്യും. ഇതിപ്പോൾ ഉള്ളിയും എല്ലാം കൂടെയൊക്കെ വഴറ്റിയിട്ട് മസാലപ്പൊടിയും അതിലിട്ട് വഴറ്റിയാണ് കറി വെക്കുന്നത്. ചിക്കനിൽ ആദ്യമേ ഒരു കരണ്ടി മുളക് പൊടി ഇട്ട് വിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മസാലപ്പൊടി കുറച്ചാണ് ഇട്ടത്. ഇവിടെ യാസിക്ക് എരി കൂടുതൽ പറ്റത്തില്ല, അതുകൊണ്ട് എരി കുറച്ചാണ് ഇടുന്നത്. യാസി ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ കറിയൊന്നും വലുതായിട്ട് എടുക്കത്തില്ല, അവന് ഫ്രൈ ആണ് ഇഷ്ടം. നമ്മളങ്ങനെ എപ്പോഴും ചിക്കനൊന്നും മേടിക്കത്തില്ല. മോളില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഫുഡുകളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. മോള് വരുമ്പോൾ മാത്രമേ ഞാനങ്ങനെ ഫുഡൊക്കെ സ്പെഷ്യലായിട്ട് വല്ലതുമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അവളില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു വിഷമമാണ് കഴിക്കുമ്പോഴത്തേക്ക്. കറി ഒരു സൈഡിൽ റെഡിയായി. ഇതാ ഫ്രൈ ഒരു സൈഡായിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. യാസി ഒരു സൈഡിൽ നിന്ന് നിലവിളിക്കുകയാണ്, ആയില്ലേ അവന് വിശക്കണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം തന്നെ ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ആ ഫ്രൈ ആയിട്ടുണ്ട്, കറിയും ഒരു സൈഡിലായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവന് ചോറ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.